ടർക്കിഷ് തർക്കം വരികയാണ്. സ്പോർട്സിന്റെ കമന്ററി സ്റ്റാർട്ട് ചെയ്തു. ഈ കുടിക്കുമ്പോ തന്നെ നോക്കുമല്ലോ. സലീമേട്ടനെ കണ്ട് പേടിക്കണേ. നീ പോയി കാണാതെ ചോറാണ് ഇഷ്ടം. കുട്ടികളായില്ല, അവരെന്റെ വീട്ടിൽ കേട്ടില്ല. രാത്രി അപ്പൊ കൊച്ചു കാണും. അമ്മ അറിയാതിരിക്കാൻ മുണ്ട് പറിച്ചു പറഞ്ഞിട്ട് ഞാനിങ്ങ് നിക്കണില്ലേ. ഇവനെയാണോ നീ സുന്ദരാന്ന് വിളിച്ചത്? വെള്ള എലീന മേടിച്ചിട്ട് കറുത്ത പെയിന്റ് ചെയ്തു. അത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ടങ്കീസ് കെട്ടിയിട്ട് എലിയുടെ കാലേ കെട്ടി. ഇതില് മറുകുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ തലയിലാണ്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇതൊക്കെ നമ്മുടെ മൈൻഡിലാണ്. ഇപ്പൊ ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണ്. നമുക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ അങ്ങനത്തെ സിനിമ എടുക്കൂല. അതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. അതെടുക്കത്തിൽ പണിയാണ്. അതെ, അല്ല നല്ല വർക്ക് ചെയ്യാൻ നല്ല പലപ്പോഴും ഓട്ടോറിക്ഷ പോകാറുണ്ട്, ബസ്സിൽ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ പോയി, എന്റെ പുറകെ കാറുണ്ടായിരുന്നു. എന്റെ എങ്ങനെ ബസ്സിൽ പോകാൻ കാരണം? വെറുതെ ബസ്സിൽ കയറി ഒരാഗ്രഹം. പക്ഷെ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല, കയറാൻ പറ്റിയിട്ടില്ല, കയറിയിട്ടില്ല. വീട്ടിലെ പണി ചെയ്യാൻ പറ്റും തിരക്കിന്റെ ഇടയിൽ. അതെ, തിരക്കിന്റെ ഇടയിൽ പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ പണി ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും തിരക്കിലായതുകൊണ്ട് മോനൊക്കെ അഭിനയിച്ചത് രോമാഞ്ചം വലിയ തമാശല്ല. പക്ഷെ ഇറ്റോട് എന്താ സംഭവം എന്ന് പറയാം, അത് വലിയ സീക്വൻസ് ഒന്നുമില്ല തമാശ. പക്ഷെ എല്ലാ ആർട്ടിസ്റ്റും ഗംഭീര ആർട്ടിസ്റ്റുകളും എല്ലാം പുതിയ ആൾക്കാരാണ്. എല്ലാവരും റിയാക്ഷൻ വെച്ച് വർക്ക്ഔട്ട് ചെയ്തു. ആലപ്പി ജിംഖാന വരുന്നു. അതാണ് അത്രയും വെർസറ്റാലിറ്റി ഉള്ള ഒരു മനുഷ്യൻ. പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം അതൊക്കെ പേടിയാ. സിനിമയായിട്ട് ബന്ധം വേണം. ഓഹോ. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments about Turkish തർക്കം വരികയാണ്. എൻ്റെ ഒപ്പം ക്രൂ ആണുള്ളത്. സ്പോർട്സിന്റെ കമന്ററി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ അശോട്ടാ, ശരിക്കും ടർക്കിഷ് തർക്കത്തിന്റെ ട്രailer ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2-3 എലമെന്റ്സ് ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ശരിക്കും ആദ്യം ലുക്കുവിനെയും ജയശ്രീയും കാണിക്കുന്നു, ലുക്കുവിനെയും അമീനനെയും കാണിക്കുന്നു. ഒരു പെണ്ണ് കാണാൻ ടൗണിൽ സിനിമ പോകുന്നു. നമുക്കൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക്കിലേക്ക് മാറുമ്പോൾ പെട്ടെന്നാണ് ഒരു ഖബർ പശ്ചാത്തലമാകുന്നത്. സിനിമ ഭയങ്കരമായി ഒരു സീരിയസ് ടൗണിലേക്ക് മാറുന്നു. ശരിക്കും എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? വിശദീകരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഉള്ള ഓഡിയൻസിനെ ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ് ടർക്കിഷ് തർക്കം. നിങ്ങൾ അത് കണ്ടു, പിന്നെ കുറച്ച് അടി കണ്ടു അല്ലേ? എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ടല്ലോ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഫാമിലിക്ക് കാണാൻ പറ്റിയ സബ്ജക്റ്റ്, റൊമാൻസ് ഉണ്ട്, യൂത്തിന് കാണാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. നല്ല നല്ല പാട്ട്, എല്ലാം ഗംഭീര പാട്ടാണ്. അത് ആവശ്യമുള്ളത് മാത്രമേ പാട്ട് നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇല്ലാതൊരു പാട്ടില്ല. അത് എല്ലാം കൊണ്ടും നല്ല പാക്ക്ഡ് ആണ് സബ്ജക്റ്റ്. ഒരു കഥയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഖബർ ഭയങ്കരമായിട്ട് പശ്ചാത്തലമാകുന്നുണ്ടല്ലോ. അത്തരം സിനിമകൾ ശരിക്കും മലയാളത്തിൽ ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. കാരണം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. അപ്പോൾ എന്തായിരുന്നു ആ പുതുമ തന്നെയായിരുന്നു കഥയിലേക്കുള്ള അട്രാക്ഷൻ? അതന്നെയായിരുന്നു. നമ്മൾ മലയാളത്തിൽ മാത്രമല്ല, നമ്മളങ്ങനെ മൊത്തത്തിൽ അത്തരം കൺസെപ്റ്റ് കണ്ടിട്ടില്ല. ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോഴേ ഇതിന്റെ കണ്ടന്റ് തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. നവാസ് ഖാൻ ഞാൻ നേരത്തെ അറിയാം, ഡയറക്ടർ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണ് ഒരു ഫ്ലാറ്റില്. നമ്മുടെ ആ പഴയ കഥയിലുള്ള ആളാണോ? കുറെ ആളുകളിൽ ഒരാളാണ്. അപ്പൊ നവാസ് ഖാൻ ആദ്യം ഞങ്ങൾ വേറെ സബ്ജക്ട് സംസാരിച്ചിരുന്നു, പിന്നെയാണ് ഇത് വരുന്നത്. ഇത് വന്നപ്പോൾ ഇത്
കൊള്ളാം, ഇത് വേറെ പരിപാടി, വേറൊരു മൂഡ് സാധനം, അത് പിടിച്ചോക്കെ. പക്ഷെ ഇത് കേട്ടപ്പോൾ ഞാൻ ജോസ്കോളജിന്റെ എങ്ങനെ സിനിമയായി, നമുക്ക് എങ്ങനെ നോക്കി ഇങ്ങനെ സിനിമയായി കാണും, ഈ സബ്ജക്റ്റ് അങ്ങനെ പ്രത്യേകത ഉണ്ട്, ഇതെങ്ങനെ സിനിമയായി കാണുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഷൂട്ട് തുടങ്ങി പരിപാടിയിലോട്ട് കയറിയപ്പോൾ ഭയങ്കര പ്രതീക്ഷയായി. ഇപ്പോൾ ശരിക്കും നല്ല പ്രതീക്ഷയിലാണ് റിലീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, സനിച്ച ഒരു എന്താ പറയാ, ആദ്യം വളരെ ശാന്തനും പിന്നീട് ഒരു രൗദ്രഭാവത്തിലേക്ക് മാറുന്നതുമായ ഒരു പോലീസുകാരൻ ഒരാളെ എടുത്തിട്ട് എറിയുന്നുണ്ടല്ലോ. ഏത് സിനിമ അല്ലെ, ശരിയല്ലേ? ആദ്യം ഭയങ്കര ഒരു സൗമ്യനായ പോലീസുകാരനാണ്, തർക്കമൊന്നും വേണ്ടാന്ന് വിചാരിച്ച് വരുന്ന ഒരാളായിട്ടാണ് മനസ്സിലാവുന്നത്. പക്ഷെ പിന്നീട് എടുത്ത് എറിയുന്നുണ്ട് ആരേണ്ടൊക്കെ. ശരിക്കും എന്താണ് ആ ഒരു പോലീസുകാരൻ? അത് ആക്ഷൻ കൊറിയോഗ്രാഫർ റോപ്പ് കെട്ടിയിട്ട് എന്നോട് പോലീസുകാരൻ രൂപേഷ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതേപോലെ തർക്കം നടക്കുന്ന സ്ഥലത്ത് അയാളുടെ ടെറിട്ടറിയിലുള്ള അവിടെയാണ് ഇങ്ങനെ ഒരു തർക്കം നടക്കുന്നത്. അപ്പോൾ എന്താണ് തർക്കം എന്ന് അന്വേഷിക്കാൻ വരുന്ന ഈ പറഞ്ഞ വളരെ സൗമ്യനായിട്ടുള്ള രൂപേഷ് അവിടെ വരുന്നതും, അല്ലെങ്കിൽ പുള്ളി ആ പ്രോബ്ലത്തിൽ പുള്ളിയും ഇൻവോൾവ് ആവണം. ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ചിലപ്പം അയാളൊരു ഒഫീഷ്യലാണല്ലോ, ചിലപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്നതായിരിക്കാം ചിലപ്പോൾ. അപ്പം സംഭവിക്കുന്ന അവസാനമായിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. അതിന് പ്രത്യുപകാരം കിട്ടിയിട്ടുണ്ട് മുഖത്ത്. ഞാൻ ശരിക്കും അടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായില്ലേ? സംഭവം വേറെ ആണപ്പോ. ഡയറക്ടർ എല്ലാരെയും എന്താണ് കയ്യിൽ നിന്ന് പോയി ആർക്കൊക്കെ അടി. സന്നിച്ച, ശരിക്കും ഈ സന്നിച്ചനെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് സന്നിച്ചന്റെ ശബ്ദത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും സായികുമാരേട്ടനൊക്കെ നറേറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്, നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതേ സാധനം എവിടേക്കോ എനിക്ക് സന്നിച്ചനിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സന്നിച്ച ശരിക്കും ഈ ശബ്ദത്തിന് എന്തെങ്കിലും ഒരു ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഈ സിനിമയുടെ അപ്പം ട്രെയിലർ കണ്ടപ്പം എനിക്ക് തന്നെ എന്നോടൊരു ഇഷ്ടം തോന്നി. അതിൽ ആ ശബ്ദത്തിനോടൊക്കെ എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നി. പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടമാണ്, നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ ആദ്യം. ഇപ്പം നമ്മളെ ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ചില ഗിഫ്റ്റുകൾ, അതിലൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ ഈ ശബ്ദത്തിനെ കാണുന്നത്. അപ്പം ഐ ലൈക്ക് മൈ വോയിസ്. അതിന് സാധാരണ 7 വെളുപ്പിന് എഴുന്നേറ്റിട്ട് കുളത്തിൽ പോയി ആമിന, പട്ടാപ്പകലും ടർബോയും കഴിഞ്ഞു ശേഷം ടർക്കിഷ് തർക്കത്തിലേക്ക് വരുമ്പോൾ എന്താണ് ശരിക്കും ക്യാരക്ടർ? നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതുവരെ ചെയ്ത ഇപ്പോൾ ടെർബോയിലുള്ള ക്യാരക്ടറിനെക്കാളും വ്യത്യാസമുണ്ട്. വേറെ ചെയ്തുള്ള ഇപ്പോൾ നമ്മൾ പട്ടാപകലാണെങ്കിലും 5-ാം ഭദ്ര എന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണിത്. ആൻഡ് ഓൾസോ ദ സ്റ്റോറി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവം എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടും തോന്നുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. എനിക്ക് റിയൽ ലൈഫായിട്ട് ഇച്ചിരിയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇതൊക്കെയാണ്. അപ്പൊ അത് കാരണം മേ ബി ഓഡിയൻസിന് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു, അറിയില്ല എന്താണോ. ഓക്കെ, ജയശ്രീ പറയുമ്പോൾ ശരിക്കും ഞാൻ ജയശ്രീന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഋത്വ പോലെ ഒരു സംഭവം, ഒരു ഭാവി ഡയറക്ടറായ ഒരു ഭാവി എഴുത്തുകാരിയൊക്കെ ഞാൻ അതിൽ കാണുന്നുണ്ട്. സോ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശരിക്കും എന്താണ് ടർക്കിഷ് തർക്കത്തിൽ പറഞ്ഞു പറയിപ്പിച്ചതല്ല, അല്ല അങ്ങനെ ഒരു നോട്ടം കണ്ടപ്പോഴേ പ്രത്യേകം പറഞ്ഞതാ. അങ്ങനെ യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ. അല്ല, എന്നെ നോക്കി ഇവിടുന്ന് ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടേ ഞാൻ പറഞ്ഞു പറയിപ്പിച്ച ശരിക്കും പറഞ്ഞാലോ. ശരി, അപ്പൊ ടർക്കിഷ് തർക്കം എങ്ങനെയാണ് വ്യത്യസ്തമാണ്? ടർക്കിഷ് തർക്കത്തിലെ ക്യാരക്ടറും ഈ കഥയും എൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ചെയ്യണം എന്ന് തോന്നിയ ഒരു സബ്ജക്റ്റ്, പിന്നെ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇത്രയും കാസ്റ്റിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എന്താ പറയുക, ഒരു സംഭവം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കഥയിൽ കുറച്ച് എൻ്റെ ഭാഗത്തും എൻ്റെ ക്യാരക്ടറിനും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. മിൻഹ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അശോകൻ ചേട്ടൻ്റെ മകളായിട്ട് അല്ലെങ്കിൽ ലുക്കുവിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള ക്യാരക്ടർ. ഓക്കെ, ശരി ശരി. അശോക, ശരിക്കും നമ്മൾ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ സിനിമക്കാരൊക്കെ ഒരു പരിധിവരെ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. അവർക്ക് ഒരുപാട് ജീവിത സാഹചര്യങ്ങളായിട്ട് ഇടപഴകി മുന്നോട്ട് പോകാൻ പറ്റും, കാണാത്ത കാര്യങ്ങൾ കാണാൻ പറ്റും, അങ്ങനെ കുറേ പ്രത്യേകതകൾ പറയാറുണ്ട്. ഒപ്പം പറയുന്ന കാര്യമാണ് പണവും പ്രശസ്തിയും എന്നുള്ളത്. സോ അശോകനെ ഹോണ്ട് ചെയ്യുന്ന ഒരു സംഭവം എന്താണ്? ഒരു ആസ് എ സിനിമക്കാരൻ പണത്തിനും പ്രശസ്തിക്കും അപ്പുറം സിനിമയെ ഇഷ്ടപ്പെടുത്തുന്ന എന്ത് ഫാക്ടറാണ് അശോകനെ അട്രാക്ട് ചെയ്യുന്നത്? അതെല്ലാം ഉണ്ട്, നിങ്ങൾ പറഞ്ഞ എല്ലാം അതിൻ്റെ അകത്ത് ഉള്ള സത്യസന്ധമായ കാര്യങ്ങളാണ്.
പക്ഷെ അതിൻ്റെ അകത്ത് മനുഷ്യനെന്ന് പറഞ്ഞ ഒരാളല്ലേ നമ്മൾ. അവന് കുറേ ആഗ്രഹങ്ങളുണ്ട്. ഏത് മനുഷ്യൻ ഇപ്പോൾ സിനിമാ നടൻ അല്ലെങ്കിൽ തന്നെയും അവനെല്ലാ ആഗ്രഹങ്ങളില്ലാത്ത ആരും ഇല്ലല്ലോ. ഒരു ലെവലിലെത്തണം എന്ന് പറയുന്ന ഏത് ജോലി ചെയ്യുന്നവനാണെങ്കിൽ ഞങ്ങളൊക്കെ ഞാൻ തൊഴിലായിട്ടാണ് കാണുന്നതിനാ. പിന്നെ സിനിമാക്കാരനായതുകൊണ്ട് പ്രൈവസി കുറവായിരിക്കും, പൈസ കൂടുതൽ കിട്ടും, ആവശ്യങ്ങൾ കൂടുതലുണ്ടാവും, ആവശ്യക്കാരും കൂടുതലുണ്ടാവും. അങ്ങനെയുള്ളൊരു ലൈഫിൽ ജീവിക്കുന്നത് നമുക്ക് സാധാരണ ഒരു മനുഷ്യനേക്കാളുള്ള പ്രൈവസി വളരെ കുറവായിരിക്കും. പക്ഷെ ഞാനിപ്പോഴും ഓട്ടോറിക്ഷ പോകാറുണ്ട്, ബസ്സിൽ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ പോയി, എൻ്റെ പുറകെ കാറുണ്ടായിരുന്നു, എൻ്റെ വണ്ടിയില്ല. എങ്ങനെ ബസ്സിൽ പോകാൻ കാരണം? വെറുതെ ബസ്സിൽ കയറി ആഗ്രഹം. പുറകെ എൻ്റെ വണ്ടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലപ്പോൾ പറ്റില്ല ചില സ്ഥലത്ത്. അപ്പോൾ അത് ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യും അപ്പോൾ തന്നെ. പക്ഷെ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല, കയറാൻ പറ്റിയിട്ടില്ല, കയറിയിട്ടില്ല. ഇല്ല, കയറേണ്ട വന്നിട്ടില്ല, അതുകൊണ്ട് കയറിയില്ല. ഒരു ഗ്യാങ്ങായിട്ട് കയറാന്നൊക്കെ വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ ഇപ്പം സിനിമാ നടൻ അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ കാണാൻ കുറേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ പോയിട്ട് കൊടൈക്കനാൽ പോയിട്ട് വന്നതാണ്, ഇന്നലെ വന്നത്. അവിടെ ഗുണാക്കേവിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞാൻ തമിഴരാണെന്ന് വിചാരിച്ചു. അവിടെ നിൽക്കുന്നവരല്ലേ, ഭയങ്കര ക്രൗഡായിരുന്നു, എല്ലാം മലയാളീസായിരുന്നു. അവരുടെ കൂടെ നിന്ന് കുറേ നേരം ഫോട്ടോ എടുക്കലും ബഹളവും, കുറേ നേരം, എനിക്കൊരു 3-4 മണിക്കൂർ അവരുടെ കൂടെ തന്നെ നിന്ന് ഫോട്ടോ എടുത്ത്. പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം. അപ്പം നമ്മൾ അവിടുന്ന് പോ എന്ന് പറഞ്ഞിരുന്നാൽ അവരുടെ മനസ്സിലും വേറെ വിഷമം തോന്നും. നമ്മൾ പിന്നെ മുറിയിൽ വന്നിരുന്നിട്ട് ഫോട്ടോ എടുക്കായിരുന്നു. അങ്ങനെ ചിന്ത അവരോട് കൂടിയാൽ ഇപ്പം എന്താ പറ്റാൻ വേണം, ഒരു കുഴപ്പമില്ല. അപ്പം ഇതെല്ലാം മനസ്സിൽ നമ്മുടെ തോന്നലുകളാണ്. ഇത് നിന്നാൽ ഇവിടുന്ന് രക്ഷപ്പെടാം ഒന്നുമില്ല, അവരിവിടെ കൂടിയാൽ മതി. നമ്മൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്നെ ഞാനും, എല്ലാ സിനിമാക്കാരും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കുകയാണെങ്കിൽ ശരിക്കും യങ്സ്റ്റേഴ്സ് ആണ്, ഇപ്പോൾ പുതിയ സിനിമകൾ തേടി വരുന്നു, പുതിയ കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു നടനായിരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ നവീകരിക്കുക തുടങ്ങിയ പ്രോസസ്സ് ഉണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക ചെയ്തത്. ഒരു 6 to 7 months ഓഫ് ബ്രേക്ക് എടുത്തു, ഒരു 8 മാസം ബ്രേക്ക് എടുത്തു. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞാൻ എന്താണ് ചെയ്ത്, എന്തൊക്കെ സിനിമകളാണ് എൻ്റെ കരിയറിൽ ഞാൻ എന്തൊക്കെ സിനിമകളാണ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പം ഞാൻ ഇരുന്നിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്നു, ഞാനും കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണ് കാലഘട്ടത്തിന് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളിലോട്ട് ഞാൻ ഒരു എഫേർട്ട് ഇടാൻ ഞാൻ ശ്രമിക്കുന്നു. ഇപ്പം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് എൻ്റെ പ്രസന്റ് ആൻസർ ബ്രേക്ക് ആയിരുന്നു അതിൻ്റെ ഒരു ഉത്തരം. ഓക്കെ, ലുക്ക് എന്താ ശരിക്കും ചെയ്യുക ഒരു ആക്ടറായിട്ട് അപ്ഡേറ്റ് ആയിരിക്കാനും സ്വയം നവീകരിക്കാനൊക്കെ? നമ്മുടെ സർക്കിൾ ചുറ്റും ഉള്ളതാണ്, നമ്മുടെ ചുറ്റുമാണല്ലോ നമ്മളെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചുറ്റും എന്തിനാണ് നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുന്നത് എന്നനുസരിച്ചാണല്ലോ. അപ്പൊ നമ്മള് അത് നവീകരിക്കാൻ അത് നല്ലതാണോ എന്ന് നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. സെയിം ടൈം ഞാൻ എന്നെ തന്നെ ഇടയ്ക്ക് നോക്കാറുണ്ട്, ഞാൻ പോകുന്നത് കറക്റ്റാണ് ആദ്യമായിട്ടുണ്ടാവുണ്ട്. എന്നിട്ട് അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ. ഓക്കെ, ഇനി മുതൽ ഞാൻ എന്നെ നവീകരിക്കാം. അല്ല അല്ലേ, ബ്രേക്ക് എടുക്കണമൊക്കെ നല്ല ബ്രേക്ക് എടുക്കാൻ പേടിയാണ്. ഒരു സഡൻ ബ്രേക്ക് അല്ല, അപ്പൊ അത് ഞാൻ സ്വാഭാവികമായിട്ട് സംഭവിച്ചോണ്ട് നമ്മുടെ ചിന്തകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, നമ്മള് ചെയ്യുന്നുണ്ടാവും. സിനിമ അഭിനയിക്കുന്നു, ചിലപ്പോ നന്നാവും, ചിലപ്പോ മോശമാവും. ബാക്കിയൊക്കെ പേഴ്സണലാ, ഓക്കെ. ഗേൾസ്, നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ഇപ്പൊ ഒരു പുതുമുഖങ്ങളാണ്, ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ പോകും? മഞ്ചേച്ചിയെ പോലെയൊക്കെയുള്ള ഒരുപാട് അത്തരം പ്രതിഭകൾ വന്ന മലയാള സിനിമയിൽ നിങ്ങളും ചൂടുവെക്കുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന സോക്കോൾഡ് പ്രിപ്പറേഷൻ അപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻസ്? ഈ പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കണത്, ഈ പറഞ്ഞാൽ കിട്ടുന്നത് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് നന്നായി ചെയ്യാനുള്ള ആലോചന നല്ലോണം ഇങ്ങനെ നമ്മൾ ആലോചിക്കാണ്ട്. അത് ഇപ്പോഴാണ് നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ചത്. ചെറുപ്പത്തിൽ സിനിമയൊക്കെ ചെയ്യുമ്പോൾ വിളിക്കുന്നു, പോകുന്നു, അങ്ങോട്ട് നടക്കാൻ വരുന്നു, അത് ചെയ്യാൻ പറയുന്നു, ഡയലോഗ് പറയുന്നു, പോരുന്നു, അത്രേ ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ ക്യാരക്ടർ എന്താണ്, ആ ഇമോഷൻ എന്താണ്, സ്റ്റോറി എന്താണ്, ആ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് റിഫ്ലക്റ്റ് ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മളത് ചെയ്യുന്നു. പിന്നെ ബാക്ക് സ്റ്റേജിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ
എന്താ പറയുക വീട്ടിലിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനും ബെറ്റർ ആക്കാനൊക്കെ ശ്രമിക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്നുള്ളതൊന്നും എത്തിയിട്ടില്ലല്ലോ. പിന്നെ ബ്രേക്ക് എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ബ്രേക്ക് എടുക്കാനുള്ള ഗ്യാപ്പ് വേണ്ടേ? ഓൾറെഡി ബ്രേക്കില്ല, പിന്നെ അവിടുന്ന് ഓൾറെഡി ബ്രേക്കില്ല, പിന്നെ നമ്മളായിട്ട് നമ്മളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തോണ്ട് ഇങ്ങനെ അല്ല ഇതിന്റെ ഇടയിൽ വീട്ടിലെ പണി ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഇടയിൽ വീട്ടിലെ പണി ചെയ്യാൻ പറ്റുമോ? തിരക്കിന്റെ ഇടയിൽ അതെ, തിരക്കിന്റെ ഇടയിൽ പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ പണി ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും തിരക്കിലായതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇതിന്റെ അപ്പുറം അല്ല, ഇത് തന്നെ അല്ല. പോയിന്റ് ഉണ്ട്. ബ്രേക്കിന് നേരം തുടങ്ങി ബ്രേക്ക് അല്ലായിരുന്നു അല്ലേ? എന്താണ് പ്രിപ്പറേഷൻ? അതായത് നമുക്കൊരു റോള് വരുന്നത് അഭിനയിക്കുന്നു, അതിനപ്പുറത്തേക്ക് നമുക്ക് ഇത്തരം കഥാപാത്രങ്ങൾ ഭാവിയിൽ ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിച്ച് ഇനീഷ്യലി ഒരു പ്രിപ്പറേഷനോ പ്രിപ്പറേഷൻ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ തലയിലാണ്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഓക്കേ, സൈഡിന്നല്ലേ? ആക്ച്വലി ഇതൊക്കെ നമ്മുടെ മൈൻഡിലാണ്. ഇപ്പൊ ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ തുടങ്ങട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണ്. കാര്യം മനസ്സിലായില്ലേ? തീർന്നു. പക്ഷെ നമ്മൾ അത് ഉദ്ദേശിക്കുന്ന പോലെ വരണമെന്നില്ല. നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ ചെയ്യാന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ആകെ ഉള്ളത്. അതെ, ഇതൊക്കെ നമുക്ക് വിചാരിക്കാന്നുള്ളതേ ഉള്ളൂ. കൂടി പോയി അവര് ജസ്റ്റ് തുടങ്ങല്ലേ? അവരുടെ സമയം കൊടുക്കണം. ഇത്രയും വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അതുകൊണ്ടാണ് തുടക്കക്കാരാകുമ്പോ അവരെന്തെങ്കിലും പുതുതായി ചെയ്യുന്നോന്ന് അറിയാൻ വേണ്ടി. അല്ല, ഇപ്പൊ കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെയ്യുക. അതായത് മതലേന്നും മാറരുത്, ടി വിന്നും മാറരുത്. നമ്മള് അതാണ് അതിന് ഉത്തരം. ഇപ്പൊ അതുകൊണ്ട് ലൈവായിട്ട് ഇരിക്കുക. അതെ അതെ. അശോക്, ഇപ്പോ പണ്ടത്തെ തമാശ സിനിമകൾ അശോകന്റെ ആണെങ്കിലും ദിലീപന്റെ ആണെങ്കിലും നമ്മൾ ഒരുപാട് ആസ്വദിച്ച സിനിമകളാണ്. പക്ഷെ ഈ സിനിമയുടെ തമാശയുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ സിനിമകൾ ഇന്ന് നമ്മൾ കാണും, ഇന്നും പറക്കുന്ന നിലയിലെ പ്ലെയിൻ ടേർ നമ്മൾ ചിരിക്കും. പക്ഷെ ഇന്ന് അതുപോലെ സിനിമ സംഭവിക്കില്ല. സോ ശരിക്കും ഈ ഒരു മാറ്റം ആളുകൾ ഭയങ്കര നിരൂപിച്ച് സിനിമ കാണുന്നു, ഭയങ്കര ബുദ്ധിപരമായി സിനിമയെ സമീപിക്കുന്നു പ്രേക്ഷകർ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് തമാശ പടങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ? തമാശ സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ? അതെ, സിനിമ ഇല്ലാത്തതുകൊണ്ട്. തമാശ സിനിമ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? സ്ക്രിപ്റ്റ് ഇല്ല. അങ്ങനത്തെ കഥയുമായിട്ട് ആരും വരുന്നില്ല. വരുന്ന കഥ കുറെ കഥ നമ്മൾ കേട്ടത് അല്ല, സ്ക്രിപ്റ്റ് നല്ല കഥകൾ വരുന്നില്ല. നല്ല കഥകൾ വരുന്നില്ല. കഥ പറയുന്നതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. തമാശ വേണ്ടേ അതിൻ്റെ അത് പറയുന്നത്? ഞാൻ ഒറ്റ വലിയൊരു തമാശ പടമല്ല മറ്റേ ഇവര് ചെയ്തത്. എന്താണ് സോബിൻ ഹീറോയിട്ട് മോനൊക്കെ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, രോമാഞ്ചം. വലിയ തമാശല്ല, പക്ഷെ ഇറ്റോട് ഹിറ്റ്. എന്താ സംഭവം എന്നറിയാം? അത് വലിയ സീക്വൻസ് ഒന്നുമില്ല തമാശ, പക്ഷെ എല്ലാ ആർട്ടിസ്റ്റ്, ഗംഭീര ആർട്ടിസ്റ്റുകളും എല്ലാം പുതിയ ആൾക്കാരാണ്. എല്ലാവരും റിയാക്ഷൻ വെച്ച് വർക്കൗട്ട് ചെയ്തു. എല്ലാ ആർട്ടിസ്റ്റിനും റിയാക്ഷൻ വെച്ച കോമഡി ഉണ്ടാക്കിയേക്കണം. ഉഗ്രൻ ഡയറക്ടർ ചെയ്തത്. അപ്പൊ അതൊക്കെ തോന്നണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതാണല്ലേ. ശരി, ലുക്കു, ഈ ഖാലിദ് റഹ്മാൻ എന്നൊരു പേര് ശരിക്കും ലുക്കുവിന്റെ കരിയറിൽ മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേരല്ലേ? ശരിക്കും ആലപ്പി ജിംഖാന വരുന്നു. എന്താണ് അതിന്റെ ഒരു അപ്ഡേറ്റ്? ശരിക്കും അത് ഷൂട്ട് കഴിഞ്ഞു, ഡബ് കഴിഞ്ഞു, എഡിറ്റ് ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കുന്നു. മാർച്ച് ഏപ്രിലായിരിക്കും റിലീസ്. ഫൈനലായിട്ടില്ല ഡേറ്റ്. ഇടിപ്പടാണോ? ബോക്സിംഗ് പടാണ്, ഒരു അമേച്ചർ സ്പോർട്ട് പരിപാടിയാണ്. അമേച്ചർ ബോക്സിംഗ് ആണ്. ബോക്സ് ഓഫീസ്
അത് പിന്നെ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരും. പിന്നെ അറിയാലോ ഖാലിദ് റഹ്മാൻ. അതെ അതാണ് അത്രയും വെർസറ്റാലിറ്റി ഉള്ള ഒരു മനുഷ്യൻ. സണ്ണിച്ച ഈ DQവിനെ ശരിക്കും എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും മേ ബി, എന്നാലും ലക്കി ഭാസ്കറിന് ശേഷം DQ വിളിക്കുകയോ പടം കാണുകയോ എന്താണ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാൻ പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. പ്രിവ്യൂ കണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. DQനൊപ്പം തന്നെയാണ് കണ്ടത് അല്ല? ഞാൻ ഇവിടെ ക്യൂബിൽ വെച്ചിട്ടാണ്. ക്യൂബിലാണ്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, പിന്നെ തെലുങ്കുകാർ വിടാൻ ചാൻസ് കുറവാണ്. ചാൻസ് അല്ല, വിട്ടു തരില്ല മലയാളത്തിലിടക്ക് പറഞ്ഞില്ലേ, മലയാളത്തിലും കൂടി സിനിമകളൊക്കെ ഇഷ്ടംപോലെ കമ്പറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്. സെഗ്മെന്റ് സംതിങ് അശോകേട്ടൻ റൗണ്ട് ആണ്. അശോകേട്ടന്റെ കുറച്ച് സിനിമകൾ എനിക്ക് ഫേവറേറ്റ് ആയ, ഓഫ് കോഴ്സ് നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകൾ ഞാൻ പറയും. ആ സിനിമയിൽ അശോകൻ ഇഷ്ടപ്പെട്ട സീൻസ് ഉണ്ടാവില്ല, ഒരു സിനിമയിൽ ഒരു പർട്ടിക്കുലർ സീൻ ഉണ്ടാവും. അശോകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ, ഇവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട, നമുക്കൊരു അല്ല അശോകന്റെ കൂടെ അഭിപ്രായം അറിയാം. എനിക്കും അതെ, എനിക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം അതെനിക്ക് പേടിയാ, കിട്ടില്ല. സിനിമയായിട്ട് ബന്ധം വേണം. ഓഹോ, അല്ലല്ല, നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ സിനിമകൾ. ഒരു സിനിമയുടെ പേര് ഞാൻ പറയും. അപ്പൊ പേര് പറയുമ്പോൾ ഒന്ന് അശോകേട്ടനെ തുടങ്ങാം. അശോകേട്ടൻ അപ്പൊ ആ സിനിമയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, അശോകേട്ടനെ മറക്കാൻ പറ്റാത്തൊരു സീൻ ഉണ്ടാവും. അശോകേട്ടൻ ഏറെ ചിരിച്ചതോ ഏറെ സങ്കടം വന്നതോ ഒരുപാട് ടേക്ക് പോയതോ അല്ലെങ്കിൽ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയതോ അശോകേട്ടൻ്റെ ഒരു ഓർമ്മ വരും ആ സീൻ സിനിമ പറയും. പിന്നെ നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും ആ സിനിമ കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? ഒന്ന് പുലിവാൽ കല്യാണം. കല്യാണത്തില് ഒരു സീനൊന്നും പറയാൻ പറ്റില്ല. ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് നമ്മൾ ആ മറ്റേ പുഴയില് ഇത് തപ്പിയിട്ട് അസ്ഥികൂടം പൊക്കിയെടുക്കുന്നത്, ഇതല്ല ഇതില് മറുകണ്ടായിരുന്നു സ്കെൽട്ടൺ എടുത്തിട്ട്. അപ്പൊ അശോകൻ കരഞ്ഞുകൊണ്ടൊരു സാധനം പറയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് പുലിവാൽ കല്യാണം അല്ല, ഈ സൈഡിൽ ഞാൻ ഇരിക്കാൻ പാടില്ലായിരുന്നു. കാറ് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല. അതെ, പിന്നെ അവരെ കാറ് കയറുന്ന അത് ഭയങ്കര ജീൻസിട്ട് രണ്ടു കുട്ടികൾ സ്ഥലമില്ലാത്തോണ്ടാ. നിങ്ങൾക്ക് അതുപോലെ പുലിവാൽ കല്യാണം? അതെ, ഞാൻ സ്റ്റക്കായി. എനിക്കിങ്ങനെ മറ്റേ പിള്ളേരൊക്കെ എണീക്കിട്ടില്ലേ, ഒരെണ്ണം കാണാനില്ല, അത് ഞാൻ കുറെ ചിരിച്ചിട്ടുണ്ട് വണ്ടിയിൽ. ഓക്കെ, ടീമായിട്ടല്ലേ വരുന്നത്? അതെ, ഒന്നര എല്ലാത്തിനും എണ്ണിക്കേറ്റ്. എന്റെ അകത്ത് ഓട് പൊക്കിയിട്ട് ഞാൻ വീട്ടിൽ കയറുന്ന സീനില്ലേ എന്റെ വീട്ടില്? താഴെ വീഴുന്ന അമ്മായിമ്മ ചവിട്ട് വരുന്ന അല്ലല്ല, അല്ല, അതെടുത്തില്ലാത്ത അത് വന്നിട്ടില്ല. അതായത് എന്റെ വീട്ടിൽ കേട്ടില്ല. ഇത്ര കുട്ടികളല്ലേ, ഇത്രയും കുട്ടികളായില്ല, അത് എന്റെ വീട്ടിൽ കേട്ടില്ല. രാത്രി ഞാൻ ഓട് പൊക്കിട്ട് അപ്പൊ കൊച്ചു കാണും. എന്താ അമ്മ അറിയാതിരിക്കാൻ മിണ്ടല്ലേ. സമാനമായിട്ട് സീൻ ഉണ്ട്. അശോകൻ ആ വൈഫിന്റെ അടുത്തേക്ക് ഇരിക്കുമ്പോ അമ്മ ഇതപ്പോ വന്നിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പഞ്ചാബി ഹൗസ്. അതിൽ ഏത് സീൻ എന്ന് പറയാൻ പറ്റില്ല, എല്ലാ സീനും വളരെ ഇഷ്ടപ്പെട്ടതാണ്. കൊറേ സീൻ ഉണ്ട് അതിൽ, ഏത് പറയാനാണോ? അത് ഇവര് പറയട്ടെ. സോണിയ പോന്നോട്ടെ. പിന്നെ നീ പോയി കാണാൻ പിന്നെ ചോറാണ് ഇഷ്ടം. പൊള്ളൂലേ അവിടെ അതൊക്കെ സ്പോട്ട് റിയാക്ഷൻ ആണ് ശരി അല്ലേ? അതൊന്നും സ്ക്രിപ്റ്റ് ഇല്ല. പക്ഷെ അവിടെ ചൂടുണ്ട്, അത്രയും ചൂടില്ല, എന്നാലും ആ ചൂട് കിട്ടുമ്പോൾ എന്തോ ഗഹനമായി ഡിസ്കസ് ചെയ്യുന്നു. നമ്മൾ സീൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. ടർക്കി സത്യത്തിനെ കുറിച്ച്. പഞ്ചാബി അതല്ല, ഷൂട്ടിന്റെ ഇടയിൽ ഇതേപോലെ കുറെ ഇത് പറയാറുണ്ട്. പഴയ കഥകളൊക്കെ നമ്മള് ഇമോഷൻ സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കണേ ആ സമയത്ത് പഴയ തമാശ കഥകളും ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ് അശോകന്റെ മെയിൻ ഹോബി. ഫസ്റ്റ് മിണ്ടുന്നില്ലേ, ഒരു
മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പം മിണ്ടുന്നു. ചേട്ടൻ വന്ന് കണ്ണോണ്ട് നോക്കി നോട്ടം നോക്കുന്നു. എന്നിട്ട് കുപ്പി എടുത്ത് കുടിക്കാനല്ലേ? ആ കണ്ണിങ്ങനെ ആക്കുന്ന രസം, ഇങ്ങനെ ആക്കുന്നത്. ഇപ്പൊ വന്ന് കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കുടിക്കും. ഈ കുടിക്കുമ്പോ തന്നെ നോക്കുമല്ലോ. അയ്യോ അത് തന്നെ അത് ഇവൻ തന്നെ ആണോ എന്നാണ് സംശയം. ദിലീപ് തന്നെയാണോ ഇതിന്റെ കിടന്ന കിടക്കുന്നത്? അങ്ങനെ കിടന്ന പിന്നെ ജാലിയിരിക്കും. ഒന്നുകൂടി എനിക്ക് അപ്പൊ നമ്മളിപ്പോ പിടിക്കും. ഇല്ല, പിടിച്ചില്ല. മീശ മാധവൻ. അത് ഇത് തന്നെ. അയ്യോ, പിന്നെ സലീമേട്ടനെ കണ്ട് പേടിക്കണേ. എനിക്ക് എന്തെങ്കിലും ഉണ്ടോ മീശ മാധവൻ? ഇതൊക്കെ തന്നെ ഇപ്പൊ മൂന്നാലൊക്കെ പറഞ്ഞു. കുറേ ഉണ്ട് അതിലെല്ലാം. അശോകനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മറ്റേ കളറില്ലേ, മീശ മാധവൻ ഇഷ്ടപ്പെട്ട അല്ല നീല, അതിലൊന്ന് സുഗുണം പോകരുത്. അതിലൊന്ന് നീലനിറം അങ്ങനെ ഒരുപാട് ഉണ്ടാവില്ല എന്ന് പറയും. ഫേവറേറ്റ് ആയിട്ട് ചായം തേച്ച് വെച്ചല്ലേ? അതെ. അശോകൻ ഉണ്ടായില്ലേ മീശ മാധവൻ ഒരു ഫേവറേറ്റ് സീൻ ഉണ്ടോ? അല്ല, മീശമാധവനില് ഒരു സംഭവം ഉണ്ടായത്, രാവിലെ പോയിട്ട് എടുക്കുന്ന ഒരു സീൻ. അത് വെളുപ്പിന് ഒരു 5 മണിക്ക് ഇറങ്ങിയാൽ നമ്മളിട്ട് ഈ കമൽ സാറിന്റെ പടത്തിലൊക്കെ പണ്ട് പാട്ടിലൊരു പുല്ലുണ്ടാവും, വെളുത്തിട്ടൊരു പുല്ല്. അത് കമൽ പൂ എന്നൊക്കെയാണ് പറയണതില്ല. അപ്പൊ അതെല്ലാം നോക്കി വെച്ച് ഒരു അരിവയ്ക്ക് ഇങ്ങനെ ഒഴുകണം. അവിടെ പിന്നെ അയവിറക്കണത് ആര്, ഓർമ്മകൾ. അപ്പൊ അതെടുക്കാൻ വേണ്ടി ചെന്ന് അപ്പൊ എന്റെ ഏകദേശം അത് കഴിഞ്ഞ് ഷൂട്ടിങ് അതെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പിറ്റേ ദിവസം രാവിലെ എണീച്ച് എല്ലാവരും അവിടെ ചെന്നപ്പോ ഈ പുല്ല് ആരോ പറഞ്ഞു, മൊത്തം ആരോ വെട്ടിക്കളഞ്ഞു. പിന്നെ അതുമേല് എവിടെന്നോ പുല്ല് കൊണ്ടുവന്ന് കെട്ടിവെച്ച് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തതാ കെട്ടിവെച്ചിട്ട്. അപ്പൊ അവിടെ വന്നിട്ട് ഇവനെ കുറിച്ച് പറഞ്ഞിട്ട്, പാവം ഇത് കണ്ടില്ല, അയവർക്കണ കണ്ടില്ല, ഓർമ്മകളെ കൂട്ടുകാരികളൊക്കെ വരാൻ നേരത്ത്. കൊച്ചി രാജാവ്. അയ്യോ, എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. പിന്നെ അവിടെ ക്യാൻറ്റീനിൽ ചായ എടുത്തിട്ടുള്ള ആളായി മാറില്ലേ? പാഡലിട്ടിട്ട് എവർഗ്രീൻ CID മൂസ. ഓ, ചായ മാറ്റാം. പോലീസ് പിടിക്കാൻ ചെയ്തിട്ടും വരുന്ന സമയത്ത് ആ സീനില് റൂമിലത്തെ നിക്കറൊക്കെ അപ്പൊ കിട്ടിയതാണ്. നിക്കർ ഇട്ടിട്ട് സ്കൂട്ടറിന്റെ പുറത്ത് വന്നിട്ട് ഇതൊക്കെ സ്പോട്ടിൽ അപ്പൊ തന്നെ നമുക്ക് സ്റ്റോപ്പ് ബ്ലോക്ക് ഉണ്ടാക്കി. അപ്പൊ കമ്പി കെട്ടിയിട്ട് നിക്കർ മാത്രമായിട്ട് നിക്കണം, ആള് മാറണം. അത് ഭയങ്കര റിസ്ക് ആയിരുന്നു അതൊക്കെ. സനിച്ചനും അമീനൊക്കെ അങ്ങനെ ഉണ്ടോ? CID മൂസയിലൊരു CID മൂസ എന്നുള്ള പാട്ടില്ല, ആ പാട്ടിൽ തന്നെ കൊറേ സംഭവങ്ങൾ ഉണ്ടാക്കി എല്ലാരും കൂടി. സ്പൈഡർമാനും ഞാൻ അതാ പറഞ്ഞത്, ഈ സിനിമകൾ ഇപ്പോഴും നമ്മൾ കാണൂലേ, നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ സിനിമ എടുക്കൂലായിരുന്നു. അതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. അതെടുക്കാൻ ഇത്തിരി പണിയാ. അതെ, അല്ല നല്ല വർക്ക് ചെയ്യാൻ നല്ല പറ്റില്ല. ആളുകൾ അക്സെപ്റ്റൻസ് അല്ലേ, മൊത്തത്തിൽ സിനിമയുടെ സ്വഭാവം ആളുകൾ മാറി. ഇപ്പോഴും നമ്മളത് കണ്ട് നെസ്റ്റ് അടിക്കും. നമുക്ക് നെസ്റ്റ് എന്ന് അറിയണോണ്ടാണ് അത് വന്നാൽ ചിലപ്പോ അറിയില്ല. ആ നിക്കറിട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എവിടെയായിരുന്നു? അത് പനമ്പള്ളിയാറില് ആൾക്കാരൊക്കെ ഞാൻ അണ്ടർവെയറിട്ട് വണ്ടി ഓടിച്ചിട്ട് നിൽക്കുമ്പോ ചേട്ടൻ കയറി പിടിക്കുമല്ലോ. പിടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്ന പറയുമ്പോൾ ഞാൻ നിന്നിട്ട് പിന്നെ കുറച്ച് സ്റ്റോപ്പ് ബ്ലോക്ക് ആയി നിക്കർ മാത്രമേ അത് ഇടിഞ്ഞ് ഞങ്ങൾ വീഴും. ഞാൻ അവിടെ ഈ നിക്കർ മാറ്റും, ആ സ്റ്റോപ്പ് അങ്ങനെ പിടിച്ച് കെട്ടി കമ്പിയിൽ കെട്ട് നിക്കർ. അതിന്റെ മേളിൽ മരം ഉണ്ടായിരുന്നു, ആ മരം കമ്പി കെട്ടി ഇറക്കിയിട്ട് അതിന് കെട്ടി വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് ഒന്ന് നോക്കാം. അതിനിട്ട് മാറിയ പിന്നെ ഇത് മാത്രമായിട്ട് സ്റ്റോപ്പ് ബ്ലോക്ക് ചെയ്ത് മാറ്റ് ചെയ്യണ പോലെ. ഇനി പറക്കും തളിക. എനിക്ക് പേര് എലിയുടെ പിന്നാലെ ഓടുന്ന
എലി എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒരു എലിക്ക് 50 രൂപ വെച്ച് കൊടുക്കണം. ഒരു ദിവസം ഒരു എലിനെ കൊണ്ട് തരുന്നതിന് 50 പൈസ കൊടുക്കണം. ആൾക്കാർ ക്യൂ ആയിരുന്നു തരാനായിട്ട്. പിന്നെ അത് 200 രൂപ വരെ ആയി. എലി ഓടിപ്പോവില്ലേ, നമ്മ അതിന്റെ വടി പുറകെ അടിക്കാനൊക്കെ ഓടിക്കാൻ എലി ഓടിപ്പോവും. പിന്നെ എലി നിക്കില്ലല്ലോ, വെച്ച ഓടിക്കളെ. പിന്നെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാല് വെള്ള എലിനെ മേടിച്ചിട്ട് കറുത്ത പെയിന്റ് ചെയ്തു, കളർ ചെയ്തു. അന്നേരം ക്ലോസ് ഒക്കെ എടുത്തായിരുന്നത്. പിന്നെ എന്തെന്നാല് ബസ്സിന്റെ ഇടയിൽ കൂടി ഒക്കെ ഓടിച്ച് ഞാൻ തല്ലുന്നുണ്ടല്ലോ എലീന. അത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ടങ്കീസ് കെട്ടിയിട്ട് എലിയുടെ കാലേ കെട്ടി. എലിനെ ഒരു നോക്കി അറിയാൻ പറ്റില്ല, അത് കയ്യിൽ നിന്ന് വലിച്ചിങ്ങാടിൽ വലിച്ചിട്ട് പിന്നെ അതിന് പുറകെ ഞാൻ ഓടുന്നത് എന്റെ കയ്യിൽ ടങ്കീസ് ഉണ്ട്. ആ ബ്ലോക്കിൽ ഇതാകുന്നു. പാലാരിവട്ടം ജംഗ്ഷനിൽ ഉണ്ടാക്കിയത്ര ഇവനെയാണോ നീ സുന്ദരാന്ന് വിളിച്ചത്? തിളക്കത്തിന്റെ കേസ് പറയുമ്പോഴേ ഒരു സംഭവമില്ലേ, ചേട്ടനെ ദിലീപേട്ടൻ മുണ്ട് കുറച്ച് ഓടിയിട്ട് ചാടുമ്പോ ഒരു പരിക്ക് പറ്റിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ മതില് ചാടിയുന്ന സമയത്ത് എന്തോ അങ്ങനെ എന്തെങ്കിലും വേറെ സിനിമകൾ സംഭവിച്ചിട്ടുണ്ടോ? അവിടെ സോങ് എടുക്കുന്ന സമയത്ത്, അത് പറയാം, സോങ് എടുക്കുന്ന സമയത്ത് ഞാൻ വേറെ പടത്തിന് വർക്കിന് പോകുന്നു. അപ്പോൾ അന്ന് 2 സ്റ്റെപ്പ് ചെയ്തിട്ട് പോകുന്നു എന്നെ വിളിച്ച്. അത് ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത്. അപ്പോൾ ഇവൻ്റെ വേറൊരു പാട്ട് കൊടുക്കും, 2 പാട്ടിൻ്റെ കട്ട്സ് എടുക്കും. അങ്ങനെ പോണ വഴിക്ക് എടുത്താണ് മറ്റേ ആ മുണ്ട് പറിച്ച് കളഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കണില്ലേ. അതപ്പോൾ വെറുതെ എടുത്താണ്. പിന്നെ ആ കല്യാണ വീട്ടിൽ പോയി 2 സ്റ്റെപ്പ് ചെയ്തിട്ട് അടുത്ത ഷൂട്ടിങ് ഓട്ടോ അല്ലേ. അതുകൊണ്ട് അങ്ങനെ പോയി ഇവരെ പോലുള്ള ആളുകൾ നിന്നുകൊണ്ട് നമുക്ക് കൈ നിറയെ സിനിമകൾ ഇപ്പോഴും ഓർക്കാൻ കിട്ടിയത്. അല്ല, നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ്, നല്ല സബ്ജക്റ്റിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് അത് കിട്ടുന്നത്. ഓക്കെ, ശരിക്കും നമുക്ക് അത്തരം സംഭവങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടർക്കിഷ് തർക്കം ഞാൻ കണ്ട പോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു ഫാന്റസി എലമെന്റ് ഉണ്ടോ സിനിമയിൽ? ഉണ്ട്. ഓക്കെ, ഫൈൻ. സോ ഞാൻ ഒരു ഫാന്റസി സിനിമയുടെ ആരാധകനാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ എന്തായാലും ടർക്കിഷ് തർക്കം നവംബർ 22 റിലീസാണ്. ആൻഡ് ടീം ഓൾ ദ വെരി ബെസ്റ്റ്. സിനിമ ഒരു വൻ വിജയമാവട്ടെ. എല്ലാ ആശംസകളും ആൻഡ് താങ്ക് യു ഫോർ യു. താങ്ക് യു.